എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ 6000 രൂപ വാങ്ങുന്നവരാണ് എങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മോടെല്ലാം തന്നെ ഫോൺ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും കൃത്യമായിട്ട് പുറത്താക്കപ്പെട്ടവരെ ഈ പറയുന്ന വെരിഫിക്കേഷന് വേണ്ടി തയ്യാറെടുക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നടപടിയാണ് ഈ സമയത്ത് ആരംഭിച്ചിരിക്കുന്നത്. അതായത് മുൻപ് സഹായം ലഭിച്ച പലരും ഇനി അനർഹരായിട്ട് മാറ്റപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അനർഹമായ രീതിയിൽ തന്നെ ആനുകൂല്യം വാങ്ങിയവരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് 2019 ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമിയൊക്കെ വാങ്ങി അതിലേക്ക് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ സമർപ്പിച്ച രേഖ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്താണ് ഇപ്പോൾ അവരെ പുറത്താക്കിയിട്ടുള്ളത്. ഇവിടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥല പരിശോധന ഉൾപ്പെടെ നടത്തുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരുടെ വീടുകളിലേക്ക് കൂടി സ്ഥല പരിശോധനയും മറ്റ് വെരിഫിക്കേഷനും വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അതായത് വിവിധ കാരണങ്ങളാൽ ആനുകൂല്യം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, പ്രൊഫഷണൽ യോഗ്യതയുള്ളവർ, മറ്റേതെങ്കിലുമൊക്കെ ജോലിയുള്ളവർ, കർഷകരാണ് എന്ന രീതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളവർ, ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ ജോലിക്കാരായി വിരമിച്ച 10,000 രൂപയോ അതിന് മുകളിലോ പെൻഷൻ വാങ്ങുന്നവർ. എന്നാൽ ഇതിൽ ക്ലാസ് 4 ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി വിഭാഗക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാത്ത സർക്കാർ ജോലിയൊക്കെ ഉണ്ടായിരുന്ന വിരമിച്ചവർ തീർച്ചയായിട്ടും അല്ലെങ്കിൽ സർക്കാർ ജോലി ഉള്ളവർ ഇവരെല്ലാം തന്നെ കർഷകരാണ് എന്ന രീതിയിൽ കൂടി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇവരെല്ലാം തന്നെ പിടിവീഴുന്നതാണ്. ഇതിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ ചിലപ്പോൾ നേരിടേണ്ടി വരുന്നതാണ്. അതായത് വാങ്ങിയ തുക മുഴുവനായിട്ടും തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.